വയനാട് മേലെ തലപ്പുഴ ഓടക്കാട് കുഴിബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ തീവ്രവാദ വിരുദ്ധ സേന സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ബോംബ് സ്ക്വാഡിന്റെ കോഴിക്കോട്, കണ്ണൂർ, വയനാട് യൂണിറ്റുകളാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി അനഘ റീജ ഭരതൻ ചേരുന്നു. അനഘ, ഈ പരിശോധന ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതുപോലെ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സേതുലക്ഷ്മി, പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉൾവനത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. ഒരു കുഴിബോംബ് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പിന്നീട് നിർവീര്യമാക്കുകയും ചെയ്തു. മേലെ തലപ്പുഴ ഓടക്കാടാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ കുഴിബോംബ് കണ്ടെത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തണ്ടർബോൾട്ട് സംഘം സ്ഥിരമായി ഈ പ്രദേശത്ത് കൂടി പെട്രോളിംഗ് നടത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തണ്ടർബോൾട്ടിനെ ആക്രമിക്കാനായി ഈ മാവോയിസ്റ്റുകൾ ഇത്തരത്തിൽ കുഴിബോംബ് കുഴിച്ചിട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ ഭാഗ്യവശാൽ തണ്ടർബോൾട്ട് സംഘം ഈ പ്രദേശത്തു കൂടി പെട്രോളിംഗ് നടത്തിയില്ല. പിന്നീട് വനപാലക സംഘം ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോഴാണ് ബാറ്ററിയും കേബിളും അടക്കം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കുഴിബോംബ് കണ്ടെത്തുന്നത്. ഉടൻ തന്നെ തലപ്പുഴ പോലീസിൽ വിവരമറിയുകയും തലപ്പുഴ പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തുകയും ബോംബ് സ്ക്വാഡിനെ അറിയിക്കുകയും പിന്നീട് ബോംബ് സ്ക്വാഡ് സംഭവസ്ഥലത്തെത്തി ഇത് ബോംബാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് ഇത്തരത്തിൽ ഈ കോഴിക്കോട് നിന്നടക്കം ബോംബ് സ്ക്വാഡ് യൂണിറ്റുകളടക്കം എത്തി ഈ ബോംബ് ഇന്നലെ നിർവീര്യമാക്കി. പിന്നീട് ഇന്ന് രാവിലെയോടുകൂടിയാണ് തീവ്രവാദ വിരുദ്ധ സേനയടക്കം സംഭവസ്ഥലത്തേക്ക് എത്തിയത്. നിലവിൽ തണ്ടർബോൾട്ടിന്റെയും പോലീസിന്റെയും വനപാലക തീവ്രവാദ വിരുദ്ധ സേനയുടെയും അടക്കം ആളുകൾ ഈ സംഭവസ്ഥലത്തുണ്ട്. ഏതായാലും പരിശോധനകൾ ഇപ്പോഴും ഉൾവനത്തിനുള്ളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മാവോയിസ്റ്റുകളാണ് ഇത്തരത്തിൽ ഈ കുഴിബോംബ് കുഴിച്ചിട്ടത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. UAP അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാകും ഇത്തരത്തിൽ കേസെടുക്കുക. NIA-യുടെ അന്വേഷണവും ഉണ്ടാവും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും കേസുണ്ടാവും. കാരണം ഉൾവനത്തിനുള്ളിലാണ് ഇത്തരത്തിൽ ബോംബ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഫോറസ്റ്റിന്റെ കേസ് കൂടി ഉണ്ടാവും. ഏതായാലും തലപ്പുഴ എന്ന് പറയുന്നത് നിരന്തരം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയാണ്. അടിക്കടി ഇത്തരത്തിൽ ഈ പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമേറിയ ഒരു സംഭവമാണ്. ഏതായാലും നിലവിൽ ഇത്തരത്തിൽ ഉൾവനത്തിനുള്ളിൽ പരിശോധനകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഴിബോംബ് കൂടി കണ്ടെത്തിയിരുന്നു. അത് നേരത്തെ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ബോംബുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ശരി അനഘ, അങ്ങനെ വയനാട്ടിൽ മേലെ തലപ്പുഴ ഓടക്കാട് കുഴിബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ തീവ്രവാദ വിരുദ്ധ സേനയുടെ തിരച്ചിൽ തുടരുകയാണ്. ഉൾക്കാടിനുള്ളിലാണ് ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്.